നമസ്കാരം. നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിലോ LLPയിലോ പാർട്ട്ണറാണോ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ബോണസ് എന്ന ഇനത്തിൽ 20,000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് 10% TDS പിടിക്കാനുള്ള ബാധ്യത പാർട്ട്ണർഷിപ്പിനോ LLPക്കോ ഉണ്ട്. എന്നാണോ നിങ്ങൾക്ക് ഈ സാലറി ആയോ, ഇൻട്രസ്റ്റ് ആയോ, അതുപോലെ തന്നെ ബോണസോ കമ്മീഷനോ ആയോ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, ഇതിലേതാണോ ആദ്യം നടക്കുന്നത് അന്നാണ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP TDS പിടിക്കേണ്ട ബാധ്യതയുള്ളത്. ഇനി TDS പിടിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? TDS പിടിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാസത്തേക്ക് 1%, അതുപോലെ പിടിച്ചു കഴിഞ്ഞ് അടയ്ക്കാതിരുന്നാൽ 1.5% പലിശ കൊടുക്കേണ്ടി വരും. TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയാൽ 200 രൂപ വെച്ച് ദിവസം എന്നോണം പിഴ കൊടുക്കാൻ ബാധ്യത പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ LLPക്കോ വരാൻ സാധ്യത ഉണ്ട്. നിങ്ങളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വിഡ്രോ ചെയ്യുമ്പോഴോ അതുപോലെ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തിരിച്ചെടുക്കുമ്പോഴൊന്നും TDS പിടിക്കേണ്ടതില്ല. പാർട്ട്ണർഷിപ്പിനോ LLPക്കോ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെലവുകൾ റീഇംബേഴ്സ് ചെയ്യുന്ന ആ സമയത്തും TDS പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ TDS പിടിച്ചടയ്ക്കേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 30-ാം തീയതിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കി സാലറി ഇനത്തിലും അതുപോലെ തന്നെ കമ്മീഷൻ ഇനത്തിലും ബോണസ് ഇനത്തിലും ഇൻട്രസ്റ്റ് ഇനത്തിലും എത്രയാണെന്ന് നിങ്ങൾ കണക്കുകൂട്ടി എത്രയും പെട്ടെന്ന് TDS പിടിച്ചടയ്ക്കാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ LLPയിലോ ഉള്ള അക്കൗണ്ടന്റിനോട് നിങ്ങൾ പറയണം. ഇത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനോ LLPക്കോ TDS പിടിക്കാനുള്ള ടാൻ നമ്പർ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടാൻ നമ്പർ അപ്ലൈ ചെയ്ത് TDS പിടിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ നന്നായിരിക്കും. കൂടുതൽ നിയമ അറിവുകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.